ഈ പ്രോഗ്രാം ഒന്നും ഈ ആനന്ദോത്സവത്തിന്റെ പ്രോഗ്രാം ഒരിക്കലും എന്താ വെച്ചാൽ ഭക്തി കൊണ്ടൊരു ആനന്ദമുണ്ട്. അതെ അതെ പലതരം ആനന്ദങ്ങളുണ്ടല്ലോ. ആ ഭക്തി കൊണ്ടുള്ളൊരു ആനന്ദമാണ് ശരിക്കും ഈ ആനന്ദോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ഇത്രയും അതെ കീർത്തനങ്ങളൊക്കെ കേൾക്കുക, നല്ല വാക്കുകൾ കേൾക്കുക, നമ്മുടെ അതെ ഗീതാ പരിവാറിൽ വന്ന ഈ കുട്ടികളുടെയൊക്കെ അനുഭവങ്ങൾ പറയുക, അതൊക്കെ കേൾക്കുന്നത് വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ അതുകൊണ്ടാണ് മുഴുവൻ സമയം ഇതിൽ കേൾക്കുന്നത് തന്നെ. അതെ തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമാണ്. ഞാൻ ആ പറഞ്ഞോളൂ. ആ വെൽ ആദ്യം എല്ലാരെയും എനിക്ക് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു GC ആയിട്ട്. ആൻഡ് അതിന് താങ്ക്സ് ടു ദി ഗീത പരിവാർ ടീം. ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എനിക്ക് 2 ടീമായിരുന്നു ഈ 1 month, 1.5 months, and I really enjoyed myself. 6 o'clock seemed a little early for me, but and initially ഞാൻ ചൂസ് ചെയ്ത് ഇംഗ്ലീഷ് ആയിരുന്നു, ബട്ട് അവര് വോയിസ് ആയിരുന്നു, അവര് ചൂസ് ചെയ്തു എനിക്ക് വേണ്ടി മലയാളം. അപ്പം ഞാൻ മലയാളത്തിലോട്ട് മാറി. അത് നല്ലൊരു ചോയ്സ് ആയിരുന്നു, ബിക്കോസ് ഇപ്പം ഞാൻ പരീക്ഷയ്ക്ക് മലയാളം ചൂസ് ചെയ്തിരിക്കുക, മാറ്റാൻ പോവുക. And it makes a wise decision also. I made a few friends, new friends. I met a lot of new people, and that ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. I hope I helped some people, and I'm so happy to have. I'm honored to have met you, Ledika ma'am. I really am honored to have met you, heard your experiences, and listened to your wisdom. Thank you so much for coming here. കൃഷ്ണാർപ്പണമസ്തു. Thank you. Thank you for everything. അത് പറയാനായിരുന്നു. ഞാൻ 10 മിനിറ്റ് ഒന്നും എടുക്കില്ല. ഞാൻ ബാക്കി എല്ലാവരെയും താങ്ക് യു എന്ന് പറയാനായിരുന്നു. നമ്മുടെ ഹോൾ ടീം, they really helped me help them, and they're still holding my hands as I go along so that I don't make any mistakes. So I'm learning a lot. So അത് ഭയങ്കര ഒരു സഹായമാണ്. And ഇത് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ആൻഡ് ആർക്കും ഒരു പേടി വരരുത് പഠിത്തത്തിനോട്. അതാ ഞാൻ പറയണ്ടേ. ഈ ഒരു 1.5 മാസം കൊണ്ട് നമുക്കൊരു ജഡ്ജ്മെന്റ് എടുക്കരുത് ഗീതയോട്. നമ്മൾ പറയരുത്, അയ്യോ ഇത് എനിക്ക് വേണ്ടി, ഇത് കൂടുതലാ ജോലി, എനിക്ക് ഇനി വേണ്ടാന്ന് പറയരുത്. ഇനിയൊരു ചാൻസ് കൊടുക്കണം, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. Give it a chance. നമുക്ക് എത്ര വേണമെങ്കിലും പരീക്ഷ എഴുതാം. ഇതിന് മാർക്കൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. മാർക്കല്ല ഇമ്പോർട്ടൻസ്, നോളജ് ആണ് ഇമ്പോർട്ടൻസ്. ആൻഡ് നമ്മൾ എന്താ ചെയ്യുന്നത്, എങ്ങനെ ആൾക്കാരെ സഹായിക്കുന്നു, അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ആൻഡ് നിങ്ങൾ കൂടുതൽ എക്സ്പീരിയൻസ് ഈ ഫീൽഡിൽ എന്നെക്കാട്ടിലും. ഞാൻ മെഡിസിനില്ല കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസ്. നിങ്ങളുടെ ഫീൽഡിൽ നിങ്ങൾ എന്നെക്കാട്ടിലും എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം don't give up. Never give up. അതാ ഞാൻ പറയാൻ.
താങ്ക് യു. ഞങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ ഫോൺ നമ്പേഴ്സ് എപ്പം വേണമെങ്കിലും തരാം. ഓക്കെ. ബിജുജി അത് ഇതിന്റെ 15-ാം അധ്യായത്തിന്റെ ഓടി ഇത് ഇടാനുള്ളതൊന്ന് പറഞ്ഞേക്ക്. ഇനിയിപ്പോ നമ്മൾ ക്ലാസ്സില്ലല്ലോ, എല്ലാവരോടും ഓടിയിട്ടിട്ട്. ലാസ്റ്റ് ഡേറ്റ് 21-ാം തീയതിയാ, തേഴ്സ്ഡേ. ആൻഡ് അതിനകം നമ്മൾ എല്ലാം റെഡിയാക്കി എല്ലാരും കൊടുത്തിട്ടുണ്ടായിരിക്കും. എനിക്ക് 2 ടീമുണ്ട്. മറ്റേ ടീമിൽ തുടങ്ങി കൊടുക്കാൻ. ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം അല്ലേ? ഓഡിയോസ് ആൻഡ് ടേപ്പും. മാം ഞാൻ പറയാം. ആ, നമ്മുടെ വീഡിയോ അയച്ചു തരട്ടെ. ഇപ്പൊ ഫസ്റ്റ് 12-ാം അധ്യായത്തിന്റെ വീഡിയോ എല്ലാവരും അയച്ചു. അതുപോലെ തന്നെ 15-ാം അധ്യായത്തിന്റെയും വീഡിയോ അയച്ചു തരിക. അതുകൂടി പാസ്സായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഗീതാ ഗുഞ്ചൻ സർട്ടിഫിക്കറ്റ്, നല്ല മനോഹരമായ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിർബന്ധമല്ലെങ്കിൽ കൂടി നിങ്ങൾ ഇതിൽ പങ്കുചേരുക. അതുപോലെ തന്നെ ഇത് ഈ ലെവൽ 1 കഴിഞ്ഞു കഴിഞ്ഞാൽ ലെവൽ 2-ല് 4 ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നത്. അത് അതിനകത്ത് പ്രത്യേക പരീക്ഷ പാസ്സായിട്ടോ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഈ ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ തുടരുക, ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ ഇത് മൈഗ്രേറ്റ് ചെയ്യും L2-ലേക്ക്. ചിലപ്പോൾ ട്രെയിനർ, ടെക് ഇവരൊക്കെ മാറിയേക്കാം. എന്നിരുന്നാൽ തന്നെയും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെ തുടരുക. അതുപോലെ തന്നെ 21-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വീഡിയോ അയക്കാനുള്ള. അതിന് മുമ്പ് എത്രയും പെട്ടെന്ന് തന്നെ അയക്കാൻ ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അവസാന നിമിഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് അയക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്തതിന്റെ GC ഒക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർട്ടിഫിക്കറ്റ് എടുക്കണമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് 21-ാം തീയതിക്കകം തന്നെ ചെയ്യുക. 21-ാം തീയതിക്കകം എന്ന് പറഞ്ഞാലും ഇനിയിപ്പം 3 ദിവസമേ ഉള്ളൂ. അത് ഏറ്റവും പെട്ടെന്ന് വീഡിയോ എടുത്ത് അയച്ചു തരിക. പിന്നെ എന്ന് പറയുന്നത് നമ്മൾ 12, 15 അധ്യായങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ അക്ഷരങ്ങൾ നമ്മളിപ്പം ഞാൻ എപ്പോഴും പറയും ക്ലാസ്സിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്ഷരങ്ങൾ നോക്കി തിരക്ക് കൂട്ടാതെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് ദീർഘം, ഹ്രസ്വം ഇതുവരെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പകുതിയായി. ബാക്കി എന്ന് പറഞ്ഞാൽ അനുസ്വാരം, വിസർഗം, ആഘാത് അതൊക്കെ നമ്മൾ കുറെ കഴിഞ്ഞിട്ടേ അതൊക്കെ നമ്മുടെ തലയിലേക്ക് കയറും. അത് ആ ഫസ്റ്റ് ലെവൽ 1-ലൊന്നും അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. ലെവൽ 1-ലെ പോലെ ബുദ്ധിമുട്ട് അടുത്ത ലെവലുകളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ഇത് പ്രയാസമാണ്, എനിക്ക് തുടരാൻ പറ്റില്ല എന്ന് കരുതി നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോകാതിരിക്കുക. നിങ്ങൾക്ക് കഴിയും. ഇപ്പം ലെവൽ 4, ലെവൽ 3-ലൊക്കെ എത്ര നന്നായിട്ടാ ശ്ലോകങ്ങൾ എല്ലാവരും ചൊല്ലുന്നതെന്നറിയോ? അത് ലെവൽ 1-ൽ അവരും ഇതുപോലെ തന്നെ. അത് ഈ പറയുന്ന ഞാൻ പോലും എനിക്കും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഓരോ നമ്മുടെ ചാൻസ് വരുമ്പോൾ ഏത് ശ്ലോകമായിരിക്കും നമ്മൾ ചൊല്ലേണ്ടി വരിക എന്നൊക്കെ മുൻകൂട്ടി കണ്ട് അത് പ്രാക്ടീസ് ചെയ്ത് ആ സമയത്ത് അതിനോടിടയ്ക്ക് തന്നെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ചൊല്ലാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ദിയാജി ഒക്കെ ആണേലും അന്നൊക്കെ ഒരുപാട് ബാച്ചൊന്നും ഇല്ല, ഒറ്റ ബാച്ചേ ഉള്ളായിരുന്നു. 7 PM ഒറ്റ ബാച്ചായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് പേരേ ഉള്ളായിരുന്നു. പിന്നെയാണ് ഇപ്പോൾ 9, 10 ടൈം സ്ലോട്ടുകളാണ് മലയാളത്തിലുള്ളത്. ഇതിനകത്ത് ടെക്, ട്രെയിനർ ഇതെല്ലാം വേണം. അതുപോലെ തന്നെ ഈ L1, L2, L3, L4 ഒരേ സമയത്താണ് ഈ ക്ലാസ്സുകൾ നടക്കുക. ഇതിനകത്ത് ടെക്, ട്രെയിനർ ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ടെക് സേവയാണ്. ടെക് സേവ നിങ്ങൾക്ക് കഴിയുന്ന കമ്പ്യൂട്ടറിൽ അല്പമെങ്കിലും പരിജ്ഞാനമുള്ളവർ, നമ്മളെന്ന് പറയുന്നത് മൊബൈലിൽ വാട്സപ്പ് യൂസ് ചെയ്യുന്നു, ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഇപ്പം നമ്മൾ സൂമും യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അത് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചത് ഗീതാ പരിവാറാണ്. നമ്മൾ മിണ്ടാതിരുന്നു. ആദ്യമൊക്കെ മിണ്ടാതിരിക്കുന്നവരുണ്ട്, ഇതൊക്കെ മാറിയില്ലേ? ഇപ്പം നിങ്ങളോട് വീഡിയോ ഓൺ ചെയ്യാനായിട്ട് പറയാറില്ല. പക്ഷെ നമ്മുടെ മുഖം കാണിക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയവരുണ്ടാവും. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ ഓരോ ലെവൽ കഴിയുമ്പോൾ
അത് മാറും. അപ്പൊ നമ്മൾ ആ സൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അത് നമ്മൾ പഠിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിന് ഈ ഒരു ഗീതാ പരിവാറിൽ ഈ ഒരു ഗീതാ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് കൊണ്ട് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു? നമ്മൾ അക്ഷരം പഠിക്കുന്നു, സാൻസ്ക്രിറ്റ് പഠിക്കുന്നു, മലയാളം പഠിക്കുന്നു. ഇപ്പൊ കുഞ്ഞു കുട്ടികളാണെങ്കിൽ അവർക്ക് എത്ര പ്രയോജനമാണ് അതിലുണ്ടാവുക. അതുപോലെ നമ്മളിങ്ങനെ സംസാരിക്കും. ഞാനെന്ന് പറഞ്ഞാൽ പൊതുവെ എനിക്ക് സംസാരം കുറവാണ്. ലതികജിയെ പോലെയൊന്നും സംസാരിക്കാനൊന്നും എനിക്ക് അറിയില്ല. എന്ന് ചില കാര്യങ്ങളിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ ഇച്ചിരി ടെക്നിക്കൽ സൈഡ് എനിക്ക് കുറച്ചൊക്കെ വശമുണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു. പക്ഷെ എനിക്ക് എന്താ ആധ്യാത്മിക വശമൊന്നും അത്ര പിടിയില്ല. ഞാൻ പഠിച്ചത് പഠിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനും നിങ്ങളെ ലതികാജി ഇപ്പോഴും ഒരേ ബാച്ചിൽ തന്നെയാണ് ഹെൽപ്പ് ഫോർ ചെയ്യുന്നത്. പക്ഷെ എല്ലാ ക്ലാസ്സിലൊന്നും കയറാറില്ല എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പം നിങ്ങൾക്ക് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് സേവ ചെയ്യാനുള്ള അവസരമാണ്. അത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാവരും ചെയ്യണമെന്നല്ല, ഓരോരുത്തർക്കും കഴിയുന്ന ഓരോ സേവകളുണ്ട്, അത് ചെയ്യുക. പിന്നീട് അതാണ് നിങ്ങളോട് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ട്രെയിനർ ആവണമെങ്കിൽ ലതികാജി പറഞ്ഞു, നമ്മൾ ലെവൽ 2 ആയി കഴിയുമ്പോൾ നമ്മൾ 4 ചാപ്റ്റർ പഠിക്കും. അതിൽ ആദ്യത്തെ ചാപ്റ്റർ 16 അധ്യായമാണ്. അപ്പം 3 അധ്യായങ്ങൾ, ലെവൽ 1 പഠിച്ച 2 അധ്യായങ്ങളും ലെവൽ 2 1 അധ്യായവും ചേർത്തിട്ട് 3 അധ്യായങ്ങൾ മനഃപ്പാഠം പഠിച്ചിട്ടുള്ള ഒരു പരീക്ഷയുണ്ട്, ഗീത ജിജ്ഞാസു. അത് പാസ്സായാൽ അത് 85% മാർക്കോട് കൂടി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനറായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് പിന്നെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് അവർ വീണ്ടും നമുക്ക് ട്രെയിനിങ് തരും. ഇപ്പം ടെക്സ് സേവയാണെങ്കിൽ പോലും, ടെക്സ് സേവ ചെയ്താൽ പോലും നമ്മൾ അതിന് ആപ്ലിക്കേഷൻ അയക്കണം. പിന്നീട് അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ഇതെല്ലാം ഉണ്ട്. ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ പഠിപ്പിച്ച് അവർ പ്രാപ്തരാക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പം ഇപ്പൊ സഭാകമ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെയുള്ളവർക്കൊക്കെ അതൊക്കെ മാറി വരും. ഞാന് ഒന്നും സംസാരിക്കാത്ത ഒരാളാണ്. എന്നിരുന്നാൽ പോലും ഞാനൊരു ആങ്കറിങ് വരെ ആങ്കറിങ് ചെയ്തിട്ടുണ്ട്. ലതികജിയൊക്കെ എക്സ്പെർട്ടാണ്. അപ്പം പിന്നെ അതുപോലെ നമ്മുടെ ബുക്കുണ്ടല്ലോ, സരള പഠനീയ ഭഗവത്ഗീത, അതിന്റെ ഒരു എഡിറ്റിങ്ങിന്റെ ഒരു ഭാഗമായി തീരാനും ഞങ്ങൾക്കൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബുക്ക്, നമ്മൾ ചെയ്ത ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന അഭിമാനം എന്തൊക്കെയാ, അതിനകത്തുനിന്ന് കിട്ടുന്ന സന്തോഷം എന്തൊക്കെയാ, അതിനൊക്കെയുള്ള അവസരം കിട്ടിയത് ഞങ്ങൾ ഈ ഗീതാ പരിവാറിൽ വന്നതിന് ശേഷം മാത്രമാണ്. നമ്മളെല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കുന്നവരൊന്നും അല്ല. എനിക്കും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. അക്ഷരം അറിയാം. പിന്നെ ഗ്രാമർ പഠിച്ചത് നമ്മളിങ്ങനെ ഇതിനകത്ത് തന്നെ ഇതിനാവശ്യം ട്രെയിനിങ് സമയത്ത് അങ്ങനെ ആവശ്യമായി വന്നതുകൊണ്ട് പഠിച്ചതാണ്. അല്ലാതെ കൂടുതൽ സാൻസ്ക്രിറ്റ് ഗ്രാമർ ഒന്നും എനിക്കറിയില്ല. ഇതിന് അത്യാവശ്യമായിട്ടുള്ള ഗ്രാമർ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും സേവയുമായിട്ട് മുന്നോട്ട് വരിക. നിങ്ങൾ ഒരു സേവ ചെയ്തില്ലെങ്കിൽ കൂടി നിങ്ങൾ ക്ലാസ് മുഴുവൻ ലെവൽ 4 വരെ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇനി നോക്കാം. നമുക്ക് ഈ ലെവൽ 2 ആരാണ് നിങ്ങളുടെ ട്രെയിനർ എന്നറിയില്ല. ചിലപ്പോൾ ഞാൻ തന്നെ വന്നേക്കാം. കാരണം ഞാൻ 6 AM എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് L1 എടുക്കാനാണെങ്കിൽ എന്തായാലും ഈ L2 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമേ L1 വരുള്ളൂ. മറ്റാരും ഓപ്റ്റ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വന്നേക്കാം ഈ സമയത്ത്. അപ്പൊ ജയശ്രീകൃഷ്ണ, എല്ലാവർക്കും ഇത്രയും നേരം ഒരു 3 സെഷനിൽ കൂടുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതിൽ ഇത്രയും നേരം ക്ഷമയോടെ ഞങ്ങളെ ശ്രവിക്കാൻ കാത്തിരുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ജയശ്രീകൃഷ്ണ, ലതികാജി, നമ്മുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ എത്തിച്ചേർന്ന ലതികാജി ഇപ്പം ശ്രീധർജിയാണ് ലതികാജിയെ വിളിക്കാന്ന് പറഞ്ഞത്. അപ്പൊ ലതികാജിയെ ഞാൻ വിളിച്ചപ്പോ ലതികാജി പറയുന്നു സ്മിതയ്ക്കപ്പോ വേണ്ടേ, ഞാൻ ചീഫ് ഗസ്റ്റായി വരേണ്ടേന്ന്. അപ്പൊ ഞാനെന്ന് പറയുമ്പോ ഒരു ട്രെയിനർ ലെവലിൽ വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും മാറി മാറി പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരോട് ഞാൻ അഭിപ്രായം ചോദിച്ചു, ആരെ വിളിക്കണം.
അപ്പൊ ശ്രീധർജിക്ക് ഒറ്റ വാക്യം ഉണ്ടായിരുന്നുള്ളൂ, ലതികാജി. അപ്പൊ പിന്നെ എനിക്ക് വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല, ഞാനും അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ എന്ന് പറയാന് ശ്രീധർജി പുതിയ ആളാണ്, ടെക്കായിട്ട് ആദ്യമായിട്ടാണ്. അതുപോലെ രഞ്ജിനി മാം GC ആയിട്ട് ആദ്യത്തെ തവണയാണ്. പിന്നെ എനിക്ക് ഇന്ത്യൻ ട്രെയിനർ കൂടിയുണ്ട് ബിജുജി. ഇവര് മൂന്നുപേരും എന്നെ, മൂന്നുപേരുടെയും നല്ല സഹകരണം എന്നെ വളരെയധികം സഹായിച്ചു. ഞാൻ ഈ ശരിക്കും പറഞ്ഞ ഒരു സൈലന്റ് ആയിരുന്നു എന്ന് പറയാം. ക്ലാസ് ടൈമിൽ മാത്രമേ ഉള്ളായിരുന്നു എന്റെ ഒരു ഇത്. ബാക്കി കാര്യങ്ങളെല്ലാം ഇവർ മൂന്നുപേരും കൂടിയാണ് ചെയ്തത്. ഞാൻ കുറേ ഫ്രീ ആയി. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ L1 ഞാൻ തന്നെ വീഡിയോ ഒക്കെ ചെയ്ത് എന്റെ രീതിയിൽ ടെൻഷനാണ്, എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് അങ്ങനെ സഹായിക്കേണ്ടടുത്ത് ഇപ്പൊ ഇവിടെ നല്ല രീതിയിൽ ആനന്ദോത്സവം സംഘടിപ്പിക്കാൻ എന്റെ ഒപ്പം നിന്ന രഞ്ജിനി മാഡം, ശ്രീധർ സർ, ബിജുജി, എല്ലാവരോടുമുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കട്ടെ. കൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു, എന്റെ എല്ലാ നല്ല സാധകർ എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ഇത്രയും നേരം ശ്രവിച്ചിരുന്നതിന് നന്ദി. ജയ് ശ്രീ കൃഷ്ണ. ജയ് ശ്രീ കൃഷ്ണ. ഇനി ഹനുമാൻ ചാലീസ് ഉണ്ട് ചേച്ചി, ഇടട്ടെ? ലതികാജി, ഹനുമാൻ ചാലിസയ്ക്ക് മുമ്പ് പ്രേയർ ഉണ്ടോ? അത് കഴിഞ്ഞിട്ടല്ലേ പ്രയർ? പ്രയർ ഉണ്ട്, യോഗേശം. യോഗേശം കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ ഹനുമാൻ ചാലിസയുടെ. ചാലിസ. ലതികാജി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും ശേഷം? ബിജുജി ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഒരുപാട് പറഞ്ഞു, ഇനി രാത്രിയും കൂടി പറഞ്ഞു ഇവരെന്നെ. അതെ, ഒരു സെഷൻ കൂടി. എന്റെ ലാപ്ടോപ്പില് ചാർജ് തീർന്നു. അപ്പൊ അത് കുത്തിവെക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് എന്റെ ലൈറ്റ് ഇതായിപ്പോയി, അതാണ് ഡാർക്ക് ആയിരിക്കുന്നത് കേട്ടോ. സന്തോഷമായി. എല്ലാവരും നന്നായി പാടുന്ന കീർത്തനങ്ങളൊക്കെ കേട്ട് ഒരു ആനന്ദ ഉത്സവം തന്നെയായിരുന്നു. എനിക്ക് ഇഷ്ടമാണ്, ഭക്തി ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടമാണ്. അത് മാത്രമാണ് സത്യം പറഞ്ഞ ഇഷ്ടം. എല്ലാം കേൾക്കും കേട്ടോ, എല്ലാ തരത്തിലും കേൾക്കും. പക്ഷെ കൂടുതല് ഭക്തിഗാനങ്ങൾ. എന്റെ അനുഭവം കൊണ്ട് ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു സഹായം തന്നെയാണ് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാം ഭഗവാൻ കൃഷ്ണനാണെന്ന് വിചാരിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ കർമ്മബന്ധനങ്ങളുള്ള കാരണമുണ്ട്, മക്കള്, കുടുംബം, അത് ഭർത്താവ്, അങ്ങനെ കുടുംബമായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാത്തിന്റെയും അവസാനം അത് ചെന്നെത്തി നിൽക്കുന്നത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പിന്നെ ഓരോരുത്തരും ഇപ്പൊ നിങ്ങൾ ഈ ക്ലാസ്സിലുള്ള ആൾക്കാർ തന്നെ എപ്പോ വിളിച്ചാലും എനിക്ക് അങ്ങനെ എത്ര സജ്ജനങ്ങളെ ഭഗവാന്റെ ഭക്തന്മാരെ പരിചയപ്പെടാൻ പറ്റിയാലും അത്ര സന്തോഷമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും വിളിക്കാം. പരീക്ഷയെ പറ്റിയിട്ടോ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് എന്ത് തരത്തിലാണെങ്കിലും, ഈ ഗീതാ പരിവാറിന് ഭഗവത്ഗീതയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോറൽ സപ്പോർട്ട് വേണമെന്ന് തോന്നുമ്പോൾ എപ്പോഴാണെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്നെ വിളിക്കാം കേട്ടോ. സ്മിതയുടെ നമ്പർ ഉണ്ട്. ഞങ്ങള് ക്ലാസ്മേറ്റ് എന്ന് പറഞ്ഞാൽ എന്നെക്കാളൊക്കെ വളരെ ചെറുപ്പമാണ് സ്മിത. അവർക്ക് പിന്നെ ഇപ്പോഴും ജോലിയിൽ തുടരുന്ന ആൾക്കാരാണ്. ഞാൻ റിട്ടയർഡ് ലൈഫ് ആയത് കാരണം എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടുന്നുണ്ട്. സ്മിത ജോലിയുടെ ഇടയിൽ കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അവരവരുടെ കർമ്മബന്ധം അല്ലാണ്ട് വെറുതെ ഇരുന്നിട്ടല്ല. ഇതിലുള്ള പലരും പല ജോലികളും ചെയ്ത് ജീവിക്കുന്നതിന്റെ ഇടയ്ക്കാണ് ഇത് ചെയ്യുന്നത്. ഭഗവാന്റെ ഒരു അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്നുള്ളൊരു നല്ല മനസ്സോടുകൂടിയാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ കടന്നു വരിക. പറ്റുന്നത് ഒരു ബാച്ചിൽ എടുക്കാൻ പറ്റുള്ളൂ വെച്ചാൽ ഒരു ബാച്ചിൽ ടെക്കായിട്ട് ചെയ്യാൻ പറ്റുക. പിന്നെ 12, 15, 16 അധ്യായങ്ങള് അടുത്ത വേൽറ്റൂല് നിങ്ങൾ ആദ്യം പഠിക്കുക 16-ാം അധ്യായം. ഇപ്പോഴേ 12ഉം 15ഉം അധ്യായങ്ങൾ പഠിച്ചു വെച്ചോളൂ. 16-ാം അധ്യായം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പരീക്ഷ ജിട്ടാസ് എഴുതാം. അത് കഴിഞ്ഞ് പിന്നെ 6 അധ്യായങ്ങളുടെ പരീക്ഷയാണ്. അത് ഈ 3 അധ്യായങ്ങളൊന്ന് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. അതിന്റെ എന്തെങ്കിലും അർത്ഥം അറിയണമെങ്കിലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴാണെങ്കിലും എന്നെ വിളിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് ഭഗവാന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൂടെയുണ്ട്. എന്ന് വെച്ച് ഒരു മോറൽ സപ്പോർട്ട് ഞാൻ പറഞ്ഞു. നമുക്ക് വല്ലാത്തൊരു നിരാശ തോന്നുമ്പോൾ, സങ്കടം തോന്നുമ്പോൾ, അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ഒരു അമ്മ അവിടെ ഉണ്ട്, ലതിക എന്ന് പറഞ്ഞ അമ്മയുണ്ട്. ട്രെയിനറായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു അമ്മയുണ്ട്, അല്ലെങ്കിൽ ഒരു ചേച്ചിയുണ്ട്, അല്ലെങ്കിൽ ഒരു സുഹൃത്തുണ്ട് വിചാരിച്ച് എല്ലാവർക്കും എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം. അതിന് എനിക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ ഭഗവാൻ തരട്ടെ. മരിക്കുന്നത് വരെ, മണ്ണിൽ ചേരുന്നത് വരെ ഭഗവാന്റെ എന്തെങ്കിലും ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ജയ് ശ്രീ കൃഷ്ണ. ജയ് ശ്രീ. അനീഷ് ജി എന്തോ ചോദിച്ചല്ലോ. അനീഷ് ജി ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, എത്തിയോ അവിടെ? എന്താണ്? അതെ, ഞാൻ ആക്ച്വലി ഇന്ന് ലേറ്റ് ആയി ജോയിൻ ചെയ്തപ്പോൾ ഞാൻ ശബരിമല പോയിട്ട് വൈകുന്നേരപ്പോഴാണ് എത്തിയത്. അപ്പം
ജസ്റ്റ് എന്റെ വക ഒരു താങ്ക് യു പറയാൻ വേണ്ടിയാണ് എല്ലാവർക്കും, അതായത് എന്റെ ഗുരുക്കന്മാർക്കും ഓൾമോസ്റ്റ് ഇതൊരു ഈ പറഞ്ഞ ലക്കലി ഐ ഗോട്ട് ഇൻ ടു ഇറ്റ് ആൻഡ് ഇതൊരു ഇറ്റ്സ് എ ബ്ലെസ്സിങ് ഫ്രം ദ ഹരേ മീൻസ് കൃഷ്ണ ബട്ട് ഐ ഫീൽ. അതിന്റെ ഒരു ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് ഫ്രം ഓൾ ദ റെസ്പെക്ടീവ്സ് അതൊന്ന് കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ജോയിൻ ചെയ്തത്. എന്റെ വീഡിയോ പ്ലേ ചെയ്ത സമയത്ത് ഞാൻ ജോയിൻ ചെയ്യാൻ പറ്റി എനിക്ക്. പിന്നെ ഇത്തിരി ലേറ്റ് ആയത് ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഓക്കെ, താങ്ക് യു. ബിജുജി ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, ഇനി പ്രയർ ചൊല്ലാം. യോഗേശം സച്ചിദാനന്ദൗ വാസുദേവൗ രജപ്രിയം ധർമ്മ സൗസ്ഥാപകൗ കൃഷ്ണൗ വന്ദേ ജഗദ്ഗുരും ശ്രീകൃഷ്ണൗ വന്ദേ ജഗദ്ഗുരും സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹനുമാൻ ചാലിസയുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് ലെഫ്റ്റ് ആവാം കേട്ടോ. ഓക്കെ. श्री गुरु चरण सरोज रज निज मनु मुकुरु सुधारी बरनउ रघुबर विमल जसु जो दायक फलचारी बुद्धिहीन तनु जानिके सुमिरौ पवन कुमार बल बुद्धि विद्या देहु मोहि हरउ कलेस विकार। जय हनुमान ज्ञान गुण सागर जय कपीस तिहु लोक उजागर रामदूत अतुलित बल धामा अंजनी पुत्र पवन सुत नामा महावीर विक्रम बजरंगी कुमति निवार सुमति के संगी कंचन बरन विराज सुबेसा कानन कुंडल कुंचित केसा हाथ वज्र और ध्वजा विराजे कांधे मूंज जनेऊ साजे शंकर सुवन केसरी नंदन तेज प्रताप महाजगवंदन विद्यावान गुणी अति चातुर राम काज करिवे को आतुर प्रभु चरित्र सुनिवे को रसिया राम लखन सीता मन बसिया सूक्ष्म रूप धरि सियहि दिखावा विकट रूप धरि लंक जरावा भीम रूप धरि असुर संहारे रामचंद्र के काज सवारे लाय सजीवन लखन जियाए श्री रघुबीर हरषि उर लाए रघुपति कीन्ही बहुत बड़ाई तुम मम प्रिय भरतहि सम भाई सहस बदन तुम रोजस गावे अस कहि श्रीपति कंठ लगावे सनकादिक ब्रह्मादि मुनीसा नारद सारद सहित अहिसा जम कुबेर दिक्पाल जहाते कवि कोविद कहि सके कहाते तुम उपकार सुग्रीवहि कीन्हा राम मिलाय राजपद दीन्हा तुम्हरो मंत्र विभीषण माना लंकेश्वर है सब जग जाना जुग सहस्र जो जन पर भानु लील्यो ताहि मधुर फल जानू प्रभु मुद्रिका मेलि मुख माही जलधि लांघि गए अचरज नाही दुर्गम काज जगत के जेते सुगम अनुग्रह तुम्हारे देते राम दुआरे तुम रखवारे होतन आज्ञा बिनु पैसारे सब सुख लहे तुम्हारी सरना तुम रक्षक काहू को डरना आपन तेज संभारो आपे तीनों लोक हांकते कांपे भूत पिशाच निकट नहीं आवे महावीर जब नाम सुनावे नासै रोग हरै सब पीरा जपत निरंतर हनुमत वीरा संकट ते हनुमान छुड़ावे मन क्रम वचन ध्यान जो लावे सब पर राम तपस्वी राजा दिन के काज सकल तुम साजा और मनोरथ जो कोई लावे सोई अमित जीवन फल पावे चारों जुग परताप तुम्हारा है प्रसिद्ध जगत उजियारा साधु संत के तुम रखवारे असुर निकंदन राम दुलारे अष्ट सिद्धि नौ निधि के दाता असवर दीन जानकी माता राम रसायन तुम्हारे पासा सदा रहो रघुपति के दासा तुम्हारे भजन राम को पावे जन्म जन्म के दुख बिसरावे अंत काल रघुबर पुर
पुर जाई, जहाँ जन्म हरि भक्त कहाई। और देवता चित्तन धरई, हनुमत से सर्व सुख करई। संकट कटे मिटे सब पीरा, जो सुमिरे हनुमत बलबीरा। जय 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 हनुमान गोसाई, कृपा करहु गुरुदेव की नाई। जो सत बार पाठ कर कोई, छूटहि बंदी महा सुख होई। जो यह पढ़े हनुमान चालीसा, होय सिद्धि साखी गौरीसा। तुलसीदास सदा हरि चेरा, कीजय नाथ हृदय महडेरा। पवन तनय संकट हरन, मंगल मूर्ति रूप। राम लखन सीता सहित, हृदय बसहु सुरभूप। सियावर रामचंद्र की जय, पवन सुत हनुमान की जय। उमापति महादेव की जय। അപ്പൊ എക്സിറ്റ് ആവാ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ജയ് ശ്രീകൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാട്ടോ, അല്ലെങ്കിൽ എക്സിറ്റ് അടിക്കാം. ബീനാജി എന്തോ ബീനാജി മ്യൂട്ടാണ്. ബീനാജി എന്തോ പറയാൻ ശ്രമിക്കുന്നു. നാളെ ഇനി ലെവൽ 2 ക്ലാസ്സുകളാണുള്ളത്. അത് എന്ന് മുതലാണെന്ന് നമ്മുടെ ആ ഗ്രൂപ്പിൽ തന്നെ വരും. അതിനു മുമ്പ് വീഡിയോ അയക്കുക. 21-ാം തീയതിക്ക് മുമ്പ് വീഡിയോ അയക്കുക. ജയ് ശ്രീകൃഷ്ണ എല്ലാവർക്കും. ജയ് ശ്രീകൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ. എൻഡ് ചെയ്യാൻ പോട്ടെ, മീറ്റിംഗ് എൻഡ് ചെയ്യാൻ പോവാണ്.